ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ അടുത്തതിന് എന്താണ് വരാൻ പോകുന്നതെന്നാണ്. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ അടുത്ത് വരാൻ പോകുന്നതെന്ന്. കുറച്ച് കാർഡുകൾ നമുക്ക് നോക്കാം. ഒന്ന് ഷഫിൾ ചെയ്ത് കുറച്ച് കാർഡുകൾ എടുക്കാം. നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഇനി അടുത്തത് എന്താണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും കുറച്ച് കാർഡുകൾ എടുത്ത് നോക്കാം. നിങ്ങളുടെ പ്രണയബന്ധത്തിൽ എന്താണ് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ അടുത്തതായിട്ട് വരാൻ പോകുന്നത് നോക്കാം. ഇത് നോ കോണ്ടാക്റ്റ്, ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള റീഡിംഗ് ആണ്. അതായത് നോ കോണ്ടാക്റ്റിലുള്ളവർക്കും കോണ്ടാക്റ്റിൽ ഉള്ളവർക്കും ഒക്കെ വേണ്ടിയുള്ള റീഡിംഗ് ആണ് തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ അടുത്തത് എന്താണ് നമുക്ക് നോക്കാൻ വരാൻ പോകുന്നത്. കുറച്ച് കാർഡുകൾ എടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയബന്ധം എൻഡായ പ്രണയബന്ധമാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു പ്രണയബന്ധത്തിന് ഒരു പുതിയ ജീവൻ വരുന്നതായിട്ടാണ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പ്രണയബന്ധം എൻഡായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു പുതിയ തുടക്കം വരുന്നു. ഇതൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്നു, ഒരു മാരേജിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കമാണ്. നിങ്ങളുടെ ജീവിതം, അതായത് നിങ്ങളുടെ പ്രണയബന്ധത്തിലൊരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ എന്ത് തന്നെ ഇരുന്നാലും അതിലൊരു മാറ്റം ഉടൻ തന്നെ വരുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇതിനൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പ്രണയബന്ധത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്തു തന്നെയായാലും ഇതിനൊരു പുതിയ തുടക്കമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു ആ ഒരു വ്യക്തിക്ക്, തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പം നിങ്ങളുടെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് മുൻപ് അവർക്കൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല നിങ്ങളുടെ വ്യക്തിക്ക്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ ആ ഒരു വ്യക്തിക്ക് ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. ആ വ്യക്തി ഒരു സ്റ്റേബിളായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ ഒരു കരിയർ, ഒരു ജോലിയൊക്കെ അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. നേരത്തെ അവർക്കൊരു ഒരു തീരുമാനമെടുക്കാൻ ആ ഒരു വ്യക്തിക്ക് സാധിക്കാത്തൊരവസ്ഥയിലാണെങ്കിൽ ഇപ്പോൾ ആ വ്യക്തിക്ക് തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കുറച്ച് കാർഡും കൂടി എടുത്ത് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആ സ്റ്റക്നെസ് ഒക്കെ മാറി ഒരു ഫ്യൂച്ചറിൽ ഒരു നല്ല മാറ്റം വരുമെന്നാണ് കാർഡുകൾ പറയുന്നത്. തീർച്ചയായിട്ടും സ്റ്റക്നെസ് ഒക്കെ മാറുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സ്റ്റക്നെസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സ്റ്റക്നെസ് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു മാരേജിലേക്കൊക്കെ എത്താവുന്ന ഒരു ബന്ധമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ട്രഡീഷണൽ വാല്യൂസിന് മിസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഇവിടെ ഒരു ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കായിട്ടൊരു തീരുമാനമെടുക്കാനായിട്ട് പോകുന്നൊരു ഇതാണ്. അതുപോലെ ഒരു ഏസ് ഓഫ് കപ്സ്, ജഡ്ജ്മെൻറ്റ്. തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ഈ ഒരു ബന്ധത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇതുവരെ അവർ മടിച്ചു നിന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിനൊരു തീരുമാനം അവരെടുക്കാൻ പോകുന്നുണ്ട്. ഒരു മാറ്റം, ഇപ്പോൾ എങ്ങനെയാണോ ഈ ഒരു ബന്ധം ഉള്ളത് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് വ്യത്യാസമാണ് വരുന്നത്. ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് വ്യത്യാസം വരുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു മാരേജിലേക്ക് എത്തുന്നൊരു ബന്ധമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നല്ല രീതിയിലേക്ക് പോകുന്ന ഒരു ബന്ധമാണ്. നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻ്റ് ആണ് തീർച്ചയായിട്ടും ഉണ്ടാവാൻ പോകുന്നതെന്ന് കാണുന്നത്. ഇവിടെ സ്നേഹബന്ധം നിറഞ്ഞൊഴുകുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് അത്രത്തോളം ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളതായിട്ട് കാണുന്നു. അതായത് നിങ്ങളുമായിട്ടുള്ളൊരു നോ കോണ്ടാക്റ്റ് അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ അവരൊരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് എന്ത് തന്നെ അവരുടെ ചുറ്റിലുണ്ടെങ്കിലും അവർ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരു നിരാശയുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ളൊരു അകൽച്ച അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ.
ആ പേഴ്സണ് തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി എനർജിയൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടിയെയൊക്കെ വിട്ടൊഴിഞ്ഞ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർ നിങ്ങൾക്ക് അടുത്തേക്ക് ഉടൻ തന്നെ അവരുടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ കോളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളെ തീർച്ചയായിട്ടും ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരുപാട് അതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതായത് ഇതിവിടെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ എബ്രോഡ് ആവാം. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ പല രീതിയിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ എബ്രോഡ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ എബ്രോഡ് ആവാം. തീർച്ചയായിട്ടും ഇത് ഇന്ത്യക്ക് പുറത്തുള്ള കൺട്രികൾ ജീവിക്കുന്ന ആൾക്കാരുടെയൊക്കെ റീഡിംഗ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു എനർജി കയറി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ അവരൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നേരത്തെ നിങ്ങളിലേക്ക് വരാൻ. പക്ഷേ ഇപ്പോഴാ കൺഫ്യൂഷനൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു വഴിത്തിരിവാണ് വരുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ. അതായത് നിങ്ങളുടെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൊസൈറ്റി അംഗീകരിക്കാത്ത എന്തെങ്കിലും ഒരു ബന്ധമാവാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും കാസ്റ്റ്, അതായത് 2 കാസ്റ്റിലുള്ളവരെ സൂചിപ്പിക്കുന്ന ഒരു ബന്ധമാവാം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാർഡും കൂടി എടുത്ത് നോക്കാം. പലവരുടെ എനർജി കയറി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഒരു സെയിം സെക്സ് റിലേഷൻഷിപ്പിൻ്റെ എനർജിയും വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് റെസൊനേറ്റ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലവ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ലൈഫായിട്ട് കാണുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് പിന്നെ പല ആൾക്കാരുടെ എനർജിയാണ് നമുക്ക് വരുന്നത്. ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഡീപ്പായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയാണ് അവർ നിങ്ങളെ ഉപേക്ഷിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരാനാണ് തയ്യാറാകുന്നത്. പക്ഷേ ഇതൊരു മാരീഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു മാരീഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി ഉള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട്. എന്നിരുന്നാലും അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് തയ്യാറാകുന്നതായിട്ടാണ് കാണുന്നത്. അത്രത്തോളം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു നീതി ലഭിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയാണെങ്കിൽ പോലും അവർ നിങ്ങളെ ഒരുപാട് ശ്രദ്ധിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ അടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റേബിൾ കമ്മിറ്റ്മെൻറ്റ്, ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു നിയമപരമായ ഒരു ഉടമ്പടി അവർ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കും നിങ്ങൾക്കും ഇടയിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഒരു വഴിത്തിരിവാണ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ സങ്കടങ്ങൾക്കൊക്കെ ഒരു അവസാനം ഉണ്ടാകാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. തീർച്ചയായിട്ടും അവർക്ക് മുൻപൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ കൺഫ്യൂഷനൊക്കെ മാറുന്നുണ്ട്. ഒരു മെസ്സേജ് കോളൊക്കെ ആ വ്യക്തിയുടെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ. ഇനി കോണ്ടാക്റ്റിലുള്ള വ്യക്തികളാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങളൊരു സ്റ്റേബിൾ കമ്മിറ്റ്മെൻറ്റാണ്, അതായത് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്ന്. തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേബിൾ കമ്മിറ്റ്മെൻറ്റ്, നിങ്ങളുമായിട്ടുള്ളൊരു ലൈഫ് ലോങ് ആയിട്ടുള്ള, അതായത് ആ ഫാമിലിയും കൂടെ അറിഞ്ഞ് ഒരു വിവാഹം, അതായത് ഫാമിലി സപ്പോർട്ട് കൂടിയ ഒരു വിവാഹമൊക്കെ നടക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗൈഡൻസാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ റീഡിംഗ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടെ കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങളുടെ ലവ് ലൈഫിൽ ഇനി അടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാരേജാണ്, ഒരു സ്റ്റേബിൾ കമ്മിറ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊക്കെ ഒന്ന് കൂട്ടാക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എത്രത്തോളം എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്ന് എനിക്കറിയത്തില്ല. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ റീഡിംഗ് ഇഷ്ടമായാൽ താഴെ കമൻറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ലവ് എക്സ്പീരിയൻസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ഇവിടെ ഒരു ഫ്യൂച്ചർ കാർഡായിട്ട് ഈ ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ളൊരു നല്ല രീതിയിൽ പോകുന്നൊരു ബന്ധം, അതായത് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഒക്കെ കൊടുത്ത് ഒരു നല്ല രീതിയിൽ പോകുന്നൊരു ബന്ധമായിട്ട് നിങ്ങളുടെ ബന്ധം മാറട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരുപാട് നന്ദി എല്ലാവർക്കും.
എൻ്റെ ചാനൽ ഇതുവരെ ആരെങ്കിലും കൂട്ടാക്കാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലും കൂടെ ഒന്ന് കൂട്ടാക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ ഒരു വിഷുവിന് തന്നെ നിങ്ങളുടെ റീയൂണിയൻ സാധ്യമാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഒരു വിഷുക്കാലമാണ് വരുന്നത്. അപ്പോൾ വിഷു സംബന്ധമായിട്ടുള്ള റീഡിംഗ് ഒക്കെ ഉണ്ടാവും. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ നമ്പർ ഇടാം. തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിങ്ങിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും കൂടെ ഇട്ടേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.